ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 18 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 19-ാമത്തെ ശ്ലോകം നോക്കാം. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപാ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. മൂഢഗ്രാഹേണ, മൂഢബുദ്ധി മൂലം അഥവാ ബുദ്ധിശൂന്യത മൂലം, ആത്മനഃ തനിക്കു തന്നെ സ്വയം, പീഡയാ പീഡയേൽപ്പിച്ചുകൊണ്ടും അഥവാ ദുഃഖമേൽപ്പിച്ചുകൊണ്ടും, പരസ്യ പരനെ അഥവാ അന്യനെ, ഉത്സാദനാർത്ഥം വാ ഉപദ്രവിക്കുവാനും നശിപ്പിക്കുവാനും വേണ്ടിയും, യത് തപക്രിയ ഏത് തപസ്സാണോ ചെയ്യുന്നത്, ഏത് കർമ്മമാണോ ചെയ്യുന്നത്, തേ തത് അങ്ങനെ ചെയ്യപ്പെടുന്ന അത്, ആ തപസ്, താമസം ഉദാഹൃതം താമസികം എന്ന് ഗണിക്കപ്പെടുന്നു. മൂഢബുദ്ധി മൂലം തനിക്കു തന്നെയും ദുഃഖമേൽപ്പിച്ചുകൊണ്ട് അന്യനെ ഉപദ്രവിക്കുവാനും നശിപ്പിക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ടും ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ, തപസ്സുകൾ താമസികം എന്ന് ഗണിക്കപ്പെടുന്നു. വികലമായ ബുദ്ധി മൂലം, അതുപോലെ അത്യാഗ്രഹം മൂലം, സ്വാർത്ഥ ലാഭം ചിന്തിച്ചും സ്വയം പീഡനമനുഭവിച്ചും അന്യന് ദോഷം ഭവിക്കണമെന്നാഗ്രഹിച്ചും ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ, അവയെല്ലാം ഒരുതരം തപസ്സുകൾ തന്നെയാണ്. അവ തമോ ഗുണപ്രധാനമാകുന്നു. രാവണനെയും ഹിരണ്യകശിപുവിനെയും പോലെയുള്ള അസുരന്മാർ ചെയ്തിരുന്ന കഠിന തപസ്സുകൾ അപ്രകാരമുള്ളവയായിരുന്നു. അവ ലോകനന്മയ്ക്കുതകുന്നതായിരുന്നില്ല, അതിനുവേണ്ടി ആയിരുന്നില്ല. മറ്റുള്ളവനെ ഇല്ലായ്മ ചെയ്യുവാനും പീഡിപ്പിക്കുവാനും നശിപ്പിക്കുവാനും വേണ്ടിയാണ് അവർ ഇത്തരം ഘോര തപസ്സുകൾ ചെയ്തത്. അത് അവരുടെ തന്നെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നാശത്തിനും കൂടി കാരണമായിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇതിന് ഒരിക്കലും സദുദ്ദേശം ഇല്ല. ആത്യന്തികമായി സ്വയം അവർക്കോ മറ്റുള്ളവർക്കോ യാതൊരു ഗുണവും ചെയ്യുന്ന തപസ്സുകളായിരുന്നില്ല അത്. ഇത്തരം തപസ്സുകളെ താമസികം എന്ന് വേണം പറയാൻ. ഇന്നും അത്തരത്തിലുള്ള തപസ്സുകൾ ചെയ്യുന്നവരുണ്ട്, അത്തരത്തിലുള്ള കർമ്മങ്ങളിൽ മുഴുകുന്നവരുണ്ട്. നല്ല ശാസ്ത്രജ്ഞന്മാർ ലോകനന്മയ്ക്കായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ചില ശാസ്ത്രജ്ഞന്മാർ ലോകസംഹാരത്തിനുതകുന്ന ആയുധങ്ങളും ജൈവായുധങ്ങളും നിർമ്മിക്കുവാൻ കഠിനമായ തപോയത്നങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്കനുഭവമാണ്. ഇതെല്ലാം താമസിക കർമ്മങ്ങൾ, താമസികമായ തപസ്സുകൾ എന്ന് പറയണം. നമുക്കറിയാം, ഇന്ന് സൈബർ യുഗമാണ്. ഹാക്കർമാർ എത്രയോ സൈബർ ലോകത്ത്, ഇൻഫർമേഷൻ ടെക്നോളജി ലോകത്ത് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നല്ലത് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഹാക്കർമാരെ പോലെയുള്ളവർ ഇതിലെല്ലാം നുഴഞ്ഞു കയറി പല രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ പോലും നുഴഞ്ഞു കയറി നാശം വിതയ്ക്കുന്ന ഹാക്കർമാർ, അവരും ഇതുപോലെ കഠിനമായി യത്നിച്ചാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അവരും ഒരു തപസ്സിൽ തന്നെയാണ് ഏർപ്പെടുന്നത്. പക്ഷേ അതെല്ലാം ലോകനന്മയ്ക്കായിട്ടുള്ളതല്ല, ലോകനാശത്തിനായിട്ടുള്ളതാണ്, അവരുടെ തന്നെയും നാശത്തിനായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള കർമ്മങ്ങളെ, അത്തരത്തിലുള്ള യത്നങ്ങളെ തപോ ഗുണത്തിൽ പെടുത്താവുന്നതാണ്. തമോ ഗുണശ്രദ്ധയിൽ നിന്നും ഉടലെടുക്കുന്നതാണ്.
അപ്പോൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾ, തപസ്സുകൾ താമസികം ആയിട്ടുള്ളവയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.